ചന്ദ്രനഗറിൽ ലോറിയും ടോറസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. കോയമ്പത്തൂർ ഭാഗത്തുനിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന പാഴ്സൽ ലോറിയും എതിർദിശയിൽ വന്ന ടോറസുമാണ് കൂട്ടിയിടിച്ചത്. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഇരുവാഹനങ്ങളിൽ നിന്നും ഡ്രൈവർമാരെ പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇക്ബാൽ അർക്കൽ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, ഇരുവാഹനങ്ങളും നല്ല വേഗത്തിലായിരുന്നു, നേരെ വന്നിടിക്കുന്നു. ഡ്രൈവർമാരുടെ പരിക്ക് ഗുരുതരമാണോ? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, കൊച്ചി സേലം ദേശീയപാതയിൽ ചന്ദ്രനഗർ ചെമ്പലോട് വെച്ച് ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കോയമ്പത്തൂർ ഭാഗത്തു നിന്നും തൃശ്ശൂരിലേക്ക് വരികയായിരുന്നു പാഴ്സൽ ലോറി. ഈ ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ഈ ദേശീയപാതയിലെ ഡിവൈഡർ മറികടന്ന് എതിർദിശയിൽ വരികയായിരുന്ന ടോറസ് ലോറിയിലേക്ക് ഈ പാഴ്സൽ ലോറി ഇടിച്ചു കയറുകയായിരുന്നു. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവർമാർ രണ്ടുപേരും ഈ ക്യാബിനുകളിൽ കുടുങ്ങി. പിന്നീട് ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എത്തി ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യത്തിനൊടുവിലാണ് ഈ രണ്ട് ഡ്രൈവർമാരെയും പിന്നീട് പുറത്തേക്ക് എത്തിച്ചത്. 2 ഡ്രൈവർമാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ തന്നെ ടോറസ് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ കാലിനാണ് പരിക്കേറ്റത്. ഇവരെ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ കോയമ്പത്തൂർ ഭാഗത്തു നിന്നും വന്ന പാഴ്സൽ ലോറിയുടെ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടമായതാണ് ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് പോകാൻ കാരണം. ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസും കരുതുന്നത്. ഏതായാലും ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ മേഖലയ്ക്ക് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പ്രകാരം ഈ പാഴ്സൽ ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് വ്യക്തമാണ്. ഏതായാലും ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പും അറിയിച്ചിട്ടുള്ളത്. ഡ്രൈവർ ഉറങ്ങിപ്പോയത് തന്നെയായിരിക്കാം ഒരു പക്ഷേ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമെന്നുള്ളതാണ് അവരും കരുതുന്നത്. ഏതായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2 ഡ്രൈവർമാർക്കും പരിക്കുണ്ട്. 2 പേരെയും ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സ നൽകുകയാണ്. ശരി, വലിയൊരു അപകടമാണ്. ഡ്രൈവർമാർക്ക് പരിക്കുണ്ട്. വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവർമാരെ പുറത്തെത്തിച്ചത്.